Rise awake and stop not till the goal is reached. Highly passionate words. സാധാരണക്കാരെ അസാധാരണ വിജയം നേടിയെടുക്കാൻ സഹായിച്ച സ്വാമി വിവേകാനന്ദന്റെ ആവേശം കൊള്ളിച്ച വാക്കുകൾ, വലിയൊരു ജനാവലിയെ തന്നെ അദ്ദേഹത്തിന്റെ ഈ ആവേശം കൊള്ളിച്ച വാക്കുകൾ വിജയത്തിന്റെ കൊടുമുടികളിലേക്ക് എത്തിക്കാൻ സഹായിച്ചിട്ടുണ്ട്. നമസ്കാരം ഡിയർ ഫ്രണ്ട്സ്, ഞാൻ അജയരത്നസാഗർ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പഠനവുമായി ബന്ധപ്പെട്ട 4ാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോ എങ്ങനെയാണ് പാഷനേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നാണ് പറയാൻ പോകുന്നത്. എന്താണ് പാഷൻ, എങ്ങനെയാണ് നിങ്ങളുടെ പാഷനെ പ്രൊഫഷൻ ആക്കേണ്ടത് എന്നുള്ള വളരെ റിച്ചസ്റ്റ് ആയിട്ടുള്ള പോയിന്റുകൾ കണ്ടന്റ് ചെയ്ത ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ആക്ടിവേറ്റ് ചെയ്തേക്കാം. എങ്കിൽ മാത്രമേ അടുത്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നേരെ വീഡിയോ. എന്താണ് പാഷൻ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് നോക്കാം. അത്യാവേശ വികാരം, അതിയായ താല്പര്യം, തീവ്രമായ സ്നേഹം എന്നൊക്കെ അർത്ഥം പറയാവുന്നത്. ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ അതിശക്തമായ അഫെക്ഷൻ, എന്തൂസിയാസം, ഡിസയർ, ട്രഷർ എന്ന് തോന്നുന്ന ഒരുപാട് വാക്കുകൾ ഈ പാഷൻ എന്നുള്ള വാക്കിന് അർത്ഥമായി വരുന്നുണ്ട്. ഇവിടെ നമുക്ക് പാഷനെ വിശദീകരിക്കാൻ ആവശ്യമായ വാക്കുകൾ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അതിനനുസരിച്ചുള്ള ഒരു വിശദീകരണമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. തീർച്ചയായും നിങ്ങൾക്കിത് വളരെ ഉപകാരപ്പെടുന്നതുമാണ്. നിങ്ങളുടെ ഏത് സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും നേടണമെങ്കിൽ ഒരു ഭ്രാന്തമായ അഭിനിവേശവും ലക്ഷ്യപൂർത്തീകരണത്തിനെ സഹായിക്കുന്ന ശക്തമായ ആശയും ആവേശവും ഉണ്ടായിരിക്കണം. ആശയും ആവേശവും ഉണ്ടായിരിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഉള്ളിൽ കത്തുന്ന ഒരു തീ ഉണ്ടായിരിക്കണം. ആ തീ എന്ന് പറയുന്നത് നിങ്ങളുടെ ആവശ്യകതാ ബോധത്തെ നിങ്ങളുടെ മുന്നിൽ പ്രകടമാക്കാൻ സഹായിക്കുന്ന ശക്തിയായിരിക്കണം. കരുത്തുറ്റ ഒരു മാനസികാവസ്ഥയാണ് ഈ പാഷനെ നിങ്ങളുടെ ഉള്ളിൽ പ്രതിഷ്ഠിക്കുന്നത്. നിങ്ങളുടെ താല്പര്യങ്ങളും ആവശ്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ ചെലുത്തുന്ന ഒരു ഊർജമുണ്ട്. ആ ഊർജം നിങ്ങളിൽ നിറയ്ക്കുന്ന ആശയും ആവേശവുമാണ് ശരിക്കും എനർജറ്റിക് ആയിട്ടുള്ള, ഇഗ്നൈറ്റഡ് ആയിട്ടുള്ള പാഷൻ എന്ന് പറയുന്നത്. ഈ ഇഗ്നൈറ്റഡ് പാഷൻ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ മനസ്സിൽ എപ്പോഴാണോ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അപ്പോൾ മുതൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ കുതിച്ചു പായാനുള്ള ഒരു ജെറ്റ് പാക്ക് വേഗം നിങ്ങൾ കരുപ്പിടിപ്പിച്ചെടുത്തിരിക്കും. ഒരമ്മയുടെ ഉദരത്തിൽ നിന്നും വിജയിച്ച് ജനിച്ച നമ്മൾ, ബോൺ ടു വിൻ എന്ന് പറയുന്നത് പോലെ, ഇവിടെ നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ വിജയം നമ്മുടെ ജന്മാവകാശമാണ് എന്നുള്ള ആ ഒരു ഉറപ്പിന്മേൽ വലിയ വലിയ വിജയങ്ങൾ നേടിയെടുത്തുകൊണ്ട്, വിജയങ്ങളുടെ കൊടുമുടികൾ കീഴടക്കിക്കൊണ്ട് ആ ലക്ഷ്യത്തിലെത്തി വിജയക്കൊടി പാറിപ്പിക്കാൻ കഴിവുള്ളവരാണ് നമ്മൾ എന്ന് നമ്മൾ എപ്പോഴാണ് മറക്കുന്നത്, അവിടെ നമ്മൾ പാഷനേറ്റ് അല്ലാതായി മാറുകയാണ്. ശരിയായ പാഷനെ പിന്തുടർന്നു പോകുന്ന ഒരാൾക്ക് ഏത് ലക്ഷ്യങ്ങളെയും കീഴടക്കാനും വിജയത്തിന്റെ ജൈത്രയാത്രകളിലൂടെ ഏത് ലക്ഷ്യങ്ങളുടെ കൊടുമുടികൾ കീഴടക്കാനും സാധിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന അതിതീവ്രതരമായ കത്തുന്ന വികാരമാണ് പാഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ മനസ്സെന്താണോ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹിക്കുന്ന വാണ്ട്സ് ആൻഡ് വിഷസിനെ പിടിച്ചടക്കാനുള്ള കരുത്തുറ്റ ഒരു മുന്നൊരുക്കമാണ് നമ്മൾ പാഷനിലൂടെ നടത്തുന്നത്. നമ്മൾക്കൊരു മിഷനുണ്ട്, അവിടെ ഒരു വിഷനുമുണ്ട്. ഈ മിഷനെയും വിഷനെയും കംപ്ലീഷൻ ചെയ്യണമെങ്കിൽ ശക്തമായൊരു പാഷനെ നമ്മൾ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലക്ഷ്യങ്ങളെയും സ്വപ്നങ്ങളെയും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതിന് ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അത് ഉറപ്പുമാണ്. ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ നമുക്ക് എപ്പോഴും സഹായമാകുന്നത് നമ്മുടെ മൈൻഡ് ബോഡി മെക്കാനിസത്തിന്റെ ലിമിറ്റുകൾക്കും അപ്പുറത്തേക്ക് നമ്മളെ ഉയർത്തുന്ന ശക്തമായ വികാരമായ പാഷൻ മാത്രമാണ്. നിങ്ങൾ പാഷനേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തും നിങ്ങളുടെ കയ്യിലിരിക്കും. പാഷൻ എന്ന് പറയുന്നതും റെപ്പറ്റീഷൻ എന്ന് പറയുന്നതും മദർ ഓഫ് ലേണിംഗ്, മദർ ഓഫ് സ്കിൽസ് എന്നാണ് പറയപ്പെടുന്നത്. നിങ്ങൾക്ക് എന്ത് നേട്ടമുണ്ടാകണമെങ്കിലും അതിന് റെപ്പിറ്റേഷനിലൂടെ, അതായത് പ്രാക്ടീസിലൂടെ, പാഷനേറ്റ് ആയിട്ടുള്ള പ്രാക്ടീസിലൂടെ തീർച്ചയായും നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിലെത്താൻ കഴിയും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അകത്തുനിന്ന് വരുന്ന സെൽഫ് സ്റ്റാർട്ടുകളെല്ലാം ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഇൻസ്പിറേഷൻ പവറുമാണ്. ഈ പവറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ശരിക്കും നമ്മളെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകേണ്ടത്. അതിനാദ്യം വേണ്ടത് നിങ്ങളുടെ മൈൻഡിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഈ മൈൻഡിനെ നിയന്ത്രിക്കാതെ ഒരു കാരണവശാലും നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങളുടെ ഇൻഹിബിഷൻസ് നിങ്ങളെ സമ്മതിക്കുകയില്ല. നിങ്ങളുടെ ഇൻഹിബിഷൻസ് എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പേടിയും മടിയുമാണ്. ഈ പേടിയും മടിയും നിങ്ങൾ എന്താണോ ഉപേക്ഷിക്കുന്നത് അത് ഉപേക്ഷിക്കാതെ ചുരുങ്ങിയ അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് എക്സ്പാൻഷൻ ഉണ്ടാവില്ല.
നിങ്ങൾക്ക് എക്സ്പാൻഷൻ ഉണ്ടാവാതെ ഒരു മാനിഫെസ്റ്റേഷൻസും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമായ വിജയങ്ങളും ലക്ഷ്യപൂർത്തീകരണങ്ങളും സംഭവിക്കണമെങ്കിൽ ഹൈലി പാഷനേറ്റ് ആയിട്ടുള്ള പ്രാക്ടീസുകൾ നിങ്ങളുടെ വിഷൻ കംപ്ലീഷന് വേണ്ടിയിട്ടുള്ള മിഷനായിട്ട് എടുക്കണം എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു വെക്കുന്നത്. നിങ്ങളുടെ പാഷൻ പോസിറ്റീവായിട്ടാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നത് ഒരു ആക്ഷൻ 500 എന്ന് പറയുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജി ടോണിക് ആയിരിക്കും. എന്നാൽ മറുവശത്ത് നിങ്ങളുടെ പാഷൻ ഒരു നെഗറ്റീവായിട്ടുള്ള ആസ്പെക്റ്റിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നത് ഒരു പോയ്സൺ ടാബുമായിരിക്കും. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കേണ്ടി വരും. നിങ്ങൾക്ക് പാഷൻ ഏത് വികാരത്തിലാണോ ഉള്ളത് ആ വികാരത്തിൻ്റെ ദുസ്വഭാവ രീതികളും സത്സ്വഭാവ രീതികളും പരസ്പരം അനലൈസ് ചെയ്ത് ചിന്തിച്ചുറപ്പിച്ചതിന് ശേഷം മാത്രം അതിനെ കറക്റ്റ് ചെയ്തിട്ട് മാത്രമേ മുന്നോട്ട് നീങ്ങാൻ പാടുള്ളൂ. നിങ്ങളുടെ പാഷൻ കൺസ്ട്രക്റ്റീവ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള കോൺസിക്വൻസുകളായിരിക്കും നിങ്ങളുടെ മുന്നിൽ സംഭവിക്കുക. അതാണ് പോസിറ്റീവ് എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളുടെ പാഷൻ നെഗറ്റീവ് ആണെങ്കിൽ ഹൈലി ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കോൺസിക്വൻസ് ആയിരിക്കും നിങ്ങളുടെ മുന്നിൽ സംഭവിക്കുക. അതുകൊണ്ട് പാഷൻ സെറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും കറക്റ്റഡ് ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ നിങ്ങളുടെ പാഷൻ എപ്പോഴും കറക്റ്റീവായിട്ടുള്ള ഫോഴ്സിലേക്ക് നിങ്ങളുടെ മൈൻഡ് സ്റ്റേറ്റ് സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ ക്രിയേറ്റീവായിട്ടുള്ള പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ജീവിതം ലഭിക്കണമെങ്കിൽ അത്തരത്തിലുള്ള ചിന്താഗതികൾ ആദ്യം ഉണ്ടാകണം. ഇവിടെ മൈൻഡാണ് പ്രധാനം. മൈൻഡിൻ്റെ തോട്ട് പ്രോസസ്സാണ് പ്രധാനം. നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, അതാണ് പ്രധാനം. ഈ ആറ്റിറ്റ്യൂഡിനെ എംപവർ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് ശരിയായിട്ടും ആക്ടിവേറ്റഡ് ആകുക. ആ ആക്ഷനിലൂടെയാണ് പാഷൻ വർക്ക് ചെയ്യുന്നത്. ശക്തമായ വികാരങ്ങളും ചിന്തകളും കൊണ്ട് കാന്തിക ശക്തി വർദ്ധിപ്പിച്ചെടുത്ത് ഇഗ്നൈറ്റഡ് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലൂടെ നിങ്ങൾ മുന്നോട്ട് നീങ്ങിയാൽ അത് ശക്തമായ ഒരു പാഷനായി മാറുകയും ആ പാഷൻ നിങ്ങളുടെ പ്രൊഫഷനായി മാറുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ അത് മാത്രം മതിയാകും. നിങ്ങളുടെ പാഷൻ നിങ്ങളുടെ പ്രൊഫഷനാക്കുമ്പോഴുള്ള ഗുണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രൊഫഷനിൽ എൻജോയ് ചെയ്യാൻ സാധിക്കുന്നു. നിങ്ങൾക്കൊരു കായിക താരമാകണമെങ്കിൽ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി ആ കായിക മേഖലയെ അതിശക്തമായി പ്രണയിക്കുകയും സ്നേഹിക്കുകയും ഭക്തിയോടെ അതിൻ്റെ പിന്നാലെ പോവുകയും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഏറ്റവും ഫലസിദ്ധിയുള്ള അനുഭവഫലങ്ങൾ ജീവിതത്തിൽ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. നിങ്ങൾക്ക് അഭിനയമാണ് പാഷനെങ്കിൽ നിങ്ങൾ ഒരു നടനാകാൻ പാഷനേറ്റ് ആകുക. സ്പോർട്സാണ് പാഷനെങ്കിൽ ഒരു സ്പോർട്സ്മാൻ ആകാൻ വേണ്ടി പാഷനേറ്റ് ആകുക. അവിടെയാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് വർക്ക് ചെയ്യുന്നത്. ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് സ്പോർട്സിൽ മാത്രമല്ല, ലോകത്തിൽ ഉള്ള എല്ലാ ആക്ടിവിറ്റികളിലും ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്ന പാർട്ട് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഘടകം കൂട്ടിച്ചേർക്കുമ്പോൾ സംഭവിക്കുന്നതാണ്. നിങ്ങൾക്ക് ടീച്ചിങ് ആണ് പാഷനെങ്കിൽ ട്രെയിനറാകാൻ പാഷനേറ്റ് ആവുക. പാഷനേറ്റ് ആവുമ്പോൾ മാത്രമാണ് നിങ്ങൾ എത്തേണ്ട സ്ഥലങ്ങളിലേക്ക്, നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് വിജയങ്ങളിലൂടെ അവിടെ എത്താൻ സാധിക്കുകയുള്ളൂ. ഓരോ വിജയങ്ങൾ മറികടക്കുമ്പോഴും ഓരോ മൈൽക്കുറ്റികളാണ് നിങ്ങൾ താണ്ടുന്നത്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ഓരോ പടവുകൾ കടക്കുമ്പോഴും നിങ്ങൾ വിജയത്തിൻ്റെ പടവുകളാണ് കടക്കുന്നത്. അവിടെയൊക്കെ നിങ്ങൾ താണ്ടുന്നത് ഓരോ വിജയങ്ങളുടെയും മൈൽക്കുറ്റികളാണ്. അങ്ങനെ എത്ര വിജയങ്ങളുടെ ജൈത്ര യാത്രകൾ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ലക്ഷ്യത്തിലെത്തുക. അതുകൊണ്ട് ഒരു വിജയം കൊണ്ടല്ല, 2 വിജയം കൊണ്ടല്ല, വിജയങ്ങളുടെ ഘോഷയാത്രകൾ, വിജയങ്ങളുടെ ജൈത്ര യാത്രകളാണ് നിങ്ങളെ ശരിക്കും ലക്ഷ്യത്തിലേക്ക് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അത് നിങ്ങൾ റീച്ച് ദ ടോപ്പ് എന്ന് പറയുന്ന കൊടുമുടിയുടെ മുകളിൽ എത്തിക്കുന്നിടം വരെ നിങ്ങൾക്ക് വിശ്രമം ഉണ്ടാകാൻ പാടില്ല. അവിടെയാണ് പാഷനേറ്റ് ആയിട്ടുള്ള ഉന്മാദകരമായ ഒരു മാനസികാവസ്ഥയിലൂടെ നിങ്ങൾ അവിടെ എത്തിപ്പെടുന്നത്. പാഷൻ എന്ന് പറയുന്നത് അതിശക്തമായ ഒരു ഉന്മാദാവസ്ഥയാണ്. ഈ ഉന്മാദാവസ്ഥയുടെ മതപ്പാടിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഭ്രാന്തമായ അഭിനിവേശത്തിൻ്റെ തീയിലൂടെ നിങ്ങൾ ആ ലക്ഷ്യം നേടിയെടുത്തിരിക്കും. ഹൈലി പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അത്രത്തോളം ഭ്രാന്തമായിരിക്കും. ആ ഭ്രാന്തമായ മൈൻഡ് സെറ്റിലൂടെ മാത്രമേ ഇൻഹിബിഷൻസിൻ്റെ പത്മവ്യൂഹത്തിനെയും ചക്രവ്യൂഹത്തിനെയും ഒക്കെ ഭേദിച്ചുകൊണ്ട് ലക്ഷ്യഭേദിയായിട്ട് അവിടെ എത്തി കൊടുനാട്ടാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ, വിജയിയുടെ മൈൻഡ് സെറ്റ് നിങ്ങൾക്കുണ്ടാവുകയുള്ളൂ. സ്വന്തം ശീലങ്ങളും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും വാസനകളുമാണ് നിങ്ങളുടെ പാഷനെങ്കിൽ ആ പാഷനെ സമൂഹത്തിന് ഗുണകരമാകുന്ന രീതിയിൽ കൺവെർട്ട് ചെയ്തുകൊണ്ട് അതൊരു പ്രൊഫഷനാക്കി മാറ്റാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണം. കാരണം പാഷനാണ് പ്രൊഫഷനാകുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മുഴുവനും ആസ്വദിക്കാൻ സാധിക്കും, ആഘോഷിക്കാൻ സാധിക്കും. കാരണം നിങ്ങളുടെ ഇഷ്ട മേഖല തന്നെയാണ് നിങ്ങളുടെ തൊഴിൽ മേഖല. നിങ്ങളുടെ തൊഴിലാണ് നിങ്ങളുടെ ദൈവം. ആ തൊഴിൽ മേഖലയെ ബുദ്ധിപൂർവ്വം ജയിക്കാൻ സാധിച്ചാൽ ആ ബുദ്ധിയും തൊഴിലും ഒരുമിച്ച് ചേരുമ്പോൾ ഡബിൾ ഇമ്പാക്റ്റിലൂടെ നിങ്ങൾക്ക് ദൈവത്തെ മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയും. ദൈവം എന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽ പവറും കരിയറും ഒരുമിച്ച് കൂടിച്ചേരുമ്പോൾ സംഭവിക്കുന്ന ഒരു മാനിഫെസ്റ്റേഷനാണ്. ഈ മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ പ്രാക്ടീസ് എന്ന് പറയുന്നതിനെ പാഷനുമായി കണക്ട് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പാഷനും പ്രാക്ടീസും പ്രൊഫഷനും എല്ലാം
ആക്ഷൻ ഓറിയന്റഡ് ആണ്. നമ്മുടെ കഴിവുകളെ മിനുസപ്പെടുത്തിയെടുക്കണമെങ്കിൽ, അതായത് പോളിഷ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് നിരവധി പരീക്ഷണ നിരീക്ഷണങ്ങളുടെ ആവശ്യമുണ്ട്. ഈ പരീക്ഷണ നിരീക്ഷണങ്ങളില്ലാതെ നമുക്ക് നമ്മളുടെ പാഷനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എക്സ്പെരിമെൻറ്റുകളിലൂടെയാണ് എക്സ്പീരിയൻസിലുണ്ടാകും. ഈ എക്സ്പീരിയൻസുകൾ വർദ്ധിക്കുമ്പോൾ എക്സ്പെർട്ടൈസേഷൻസിലേക്ക് നമ്മൾ പോകും. എവറി എക്സ്പെർട്ട് വാസ് എ ബിഗിനർ. ഏത് ബിഗിനർക്കും ഒരുപാട് പെയിനുകളും ഒരുപാട് പ്രോബ്ലംസും ഒരുപാട് പ്രഷറും സഹിക്കേണ്ടി വരും. ഇതിനെ സാക്രിഫൈസ് ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകാതെ ഒരാൾക്കും ഇതുവരെയും എക്സ്പെർട്ടാകാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ പാഷനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അതിനെ പ്രൊഫഷനാക്കി വലിയൊരു ജീവിത വിജയം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിന് കരുത്ത് പകരട്ടെ എന്നുള്ളൊരു വിശ്വാസമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീണ്ടും വ്യത്യസ്തമായ വീഡിയോയുമായി അടുത്ത അധ്യായത്തിൽ കാണാം. ബൈ.